ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, നാം മരിച്ചാലും ജീവിച്ചാലും സത്യമാർഗത്തിലല്ലേ, പിന്നീട് എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? നമ്മളെ ഇവന്മാരങ്ങ് ആക്രമിച്ചില്ലാതാക്കി എന്നാലും നമ്മൾ സത്യമാർഗത്തിലല്ലേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കല്ലേ നമ്മൾ പോകുന്നത്, പിന്നീട് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? റസൂലുള്ളയാണെങ്കിൽ ആ വാക്ക് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഹംസ റളിയല്ലാഹു അൻഹുവിന്റെയും നേതൃത്വത്തിൽ വിശ്വാസികൾ അണിയണിയായി പോയി പരസ്യമായി കഅബാലയത്തിന്റെ അടുക്കൽ വെച്ച് നമസ്കരിക്കുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ, ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് വരെ ഞങ്ങൾക്ക് കഅബാലയത്തിന്റെ അടുക്കൽ വെച്ച് പരസ്യമായി നിസ്കരിക്കാൻ പേടിയായിരുന്നു. പക്ഷേ ഉമർ ഇസ്ലാം സ്വീകരിച്ചതോടുകൂടി അതിനുള്ള ഒരു ധൈര്യമുണ്ടായി എന്നുള്ളതാണ്. ധീരനായിരുന്നു ഉമർ. ധീരന്മാർക്ക് ചരിത്രത്തിൽ എന്നും മാതൃകയായിരുന്നു സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. സഹോദരങ്ങളെ, മുസ്ലിങ്ങൾക്കിടയിൽ നിന്ന് രഹസ്യ സ്വഭാവത്തിലല്ലാതെ പരസ്യമായിട്ട് ആദ്യമായി ഹിജ്റ പോയതും സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. 20 പേരെ കൂട്ടി, തന്റെ കൂടെ 20 പേരെ കൂട്ടി പരസ്യമായിട്ടായിരുന്നു ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റ എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.